വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് BTCയുടെ പ്രൈസിങ്ങിനെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഓവറോൾ മാർക്കറ്റ് നോക്കിയാൽ സ്റ്റോക്ക് മാർക്കറ്റുകൾ റൺ ആയിക്കൊണ്ടിരിക്കുന്നത് ഹൈ റേഞ്ചിൽ തന്നെയാണ്. ഇന്നലെ US മാർക്കറ്റ് ക്ലോസ് ആയിരുന്നു. മാർക്കറ്റ് ഇന്ന് രാത്രിയിൽ ഓപ്പൺ ആകുന്നതേ ഉള്ളൂ. സോ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ BTCയുടെ പ്രൈസിങ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ദിവസത്തെ പ്രൈസിങ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു W പാറ്റേൺ ഉണ്ടായിരുന്നു, ഡബിൾ ബോട്ടം. അത് ഫെയിലായിട്ട് റിജക്റ്റ് ആയിട്ടാണ് നമ്മളിപ്പം 96, 95, 375 പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ നമ്മൾ 1 hour ചാർട്ടിലേക്ക് നോക്കുമ്പോൾ ഒരു ഡൗൺ ട്രെൻഡാണ് ഇപ്പോൾ കാണുന്നത്. നമ്മൾ ആദ്യം തന്നെ ബിറ്റ്കോയിൻ ഫീച്ചറാണ് CMEയുടെ ഫിബൊനാച്ചി ക്യാൻഡിലാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 1 hourൽ നമ്മൾ നോക്കിയപ്പോൾ ഡൗൺ ട്രെൻഡാണ് കാണുന്നത്. അവിടെ നിന്ന് ഒരു 10 minutesലേക്ക് നോക്കുമ്പോൾ വീണ്ടും ഡൗൺ ട്രെൻഡാണ്. ബട്ട് സിമ്പിളായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇവിടെയും ഒരു W പാറ്റേൺ ഉണ്ടായിരുന്നു, ഫെയിലായി. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇത്രയും ഹൈറ്റിൽ താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതാണ് നമ്മളിപ്പം നോക്കുന്നത്. ഓവറോൾ നോക്കിയിട്ട് ഡൗൺ സൈഡിലാണ് നമ്മൾ ഇതൊന്നും വരയ്ക്കാതെ തന്നെ സിമ്പിളായിട്ട് ചാർട്ട് നോക്കിയപ്പം മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ ചാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോയിന്റുകളിലേക്കാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ 1 hourൽ ഒരു നോക്കുകയാണെങ്കിൽ ഓർഡർ ബ്ലോക്സ് ഉള്ളത് 94,690 ഓർഡർ ബ്ലോക്കുകൾ കിടപ്പുണ്ട്. അത് ഫെയിലാവുകയാണെങ്കിൽ, ഏകദേശം ക്ലോസ് ആണ്, ഫെയിലാവുകയാണെങ്കിൽ അവിടെ നിന്ന് മോസ്റ്റ്ലി 90,000 പോകാനായിട്ട് ഡെയിലി ഓർഡർ ബ്ലോക്കുകളുള്ളത് 90,000 സോ അത് മേ ബി സ്കിപ്പായി 88, 90 അകത്തേക്ക് പോകാനായിട്ട് സാധ്യതകൾ വളരെ കൂടുതലാണ്. സോ ഈ മാർക്കറ്റ് US മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്കറിയാം മാർക്കറ്റ് എവിടേക്കാണ് പോകുന്നത്. സോ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്കവിടെ ബൈക്കിങ് ഓപ്ഷൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ചെറിയ ചെറിയ മൂവ്മെൻറ്റുകൾ, മേ ബി ഇവിടുന്ന് ഇവിടെ വരെയുള്ള മൂവ്മെൻറ്റുകൾ, ഇങ്ങനെയുള്ള മൂവ്മെൻറ്റുകൾക്ക് സ്കാൽപ്പേഴ്സിന് മേ ബി എടുക്കാൻ പറ്റുമായിരിക്കാം. അല്ലാതെ ഓവറോൾ നോക്കുകയാണെങ്കിൽ അത് ചേഞ്ച് ആകാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ ട്രേഡിങ്ങിൻ്റെ അറിയാവുന്ന രീതികൾ വെച്ചിട്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു ചെറിയ മൂവ്മെൻറ്റ് മുകളിലേക്ക് പോകാനായിട്ട് സാധ്യതകളുണ്ട്. ഇവിടെ നമ്മളുടെ ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ 1 minute സ്കാൽപ്പിങ് ഉള്ള രീതികളിലൊക്കെ ആണെങ്കിൽ ഇവിടെ ബ്രേക്ക് ആവുകയാണെങ്കിൽ ഇവിടുന്ന് എടുക്കുക. അങ്ങനെയുള്ള ചെറിയ ചെറിയ മൂവ്മെൻറ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ടെക്നിക്കൽ അനാലിസിസിനെ സംബന്ധിച്ചിട്ട് ഇതെല്ലാം ഒരു പ്രോബബിലിറ്റീസ് മാത്രമാണ്, എപ്പോഴും പറയുന്നത് പോലെ തന്നെ. സോ ഇവിടെ നമ്മൾ ചെറിയ ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങളുണ്ട്. സോ ഇതാണ് കീ ലെവൽസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. നമ്മളിവിടെ നിന്ന് ട്രെൻഡ് ലൈന് ഡെയിലി ചാർട്ടിലേക്ക് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ പോകുന്നുണ്ട്. ആ ട്രെൻഡ് ലൈനും ഇവിടുത്തെ ഒരു സപ്പോർട്ടുള്ളതും ഏകദേശം 90,000 ആണ് കൂട്ടിമുട്ടുന്നത്, 88,000 കൂട്ടിമുട്ടുന്നത്. സോ അവിടെ നിന്ന് തിരിച്ച് ബംപ് ചെയ്യാനായിട്ട് ഈ റേഞ്ചിൽ 90,165 എന്ന് പറയുന്ന പ്രൈസിൽ നിന്ന് മുകളിലേക്ക് ഇത് രണ്ടോട് ജോയിൻ ആകുന്ന ഒരു പ്ലേസാണ്. ഇത് വേറൊരു സെൻട്രൽ ഒരു ലൈൻ ഇത് ഞാൻ വരച്ചാണ്. അപ്പം ഈ പോയിന്റുകളെ വെച്ചിട്ട് നമ്മളൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഓൾറെഡി ഇവിടെ ബ്രേക്കായി. നമ്മളതിൽ ആ ബ്രേക്ക് ആയതുകൊണ്ടാണ് പറയുന്നത് താഴേക്കാണ് ട്രെൻഡ് കൂടുതൽ മൂവ് ആകാൻ സാധ്യതയുള്ളതെന്ന്. സോ അടുത്ത ഇവിടെ വന്ന് ചെയ്യാനായിട്ടുള്ളത് ഇവിടെയുള്ള ഈ സപ്പോർട്ടും ഇവിടെയുള്ള ഈ ട്രെൻഡ് ലൈനെയും ജോയിൻ ചെയ്യുന്ന ഈ പോയിന്റിൽ 90,000 അടുത്ത് 30 മുകളിലേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ 87 താഴേക്കോ ഒന്നും പോകാതെ പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സോ ഡിപ്പെൻഡിങ് ഓൺ ദ മാർക്കറ്റാണ്. നമ്മൾ വാച്ച് ചെയ്താൽ മാത്രമേ അറിയത്തുള്ളൂ. ഇതൊന്നും നമ്മുടെ കയ്യിലല്ല, പറയുന്ന പോലെ തന്നെ നടക്കണമെന്ന് യാതൊരു ഷ്യൂരിറ്റി ഇല്ല. ബട്ട് പോസിബിലിറ്റീസ് മാത്രമാണ്. നിങ്ങളൊരു ബൈ ചെയ്യാനായിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ദ റൈറ്റ് ടൈം ടു ഡു. ഇതാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓൾറെഡി ഇവിടെ ഫെയിൽ ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് താഴേക്ക് വന്നിട്ട് 95,000 ചിലപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ ഡെയിലി ചാർട്ടിൻ്റെ അകത്തുള്ള പറയുന്ന 94,690, 95,000 എന്ന് വിചാരിച്ചോളൂ. 95,000 മുകളിലേക്ക് വരികയാണെങ്കിൽ
95,000 മുകളിലേക്ക് വരികയാണെങ്കിൽ വെരി ഗുഡ് സൈൻ, മുകളിലേക്ക് പോകാൻ. ബട്ട് ഓവറോൾ കാണുന്നത് ഇപ്പം വീക്ക്ലി ക്ലോസ് ചെയ്തത് പോസിറ്റീവായിട്ടാണ്, മുകളിലേക്കാണ് പോയതെങ്കിലും ക്ലോസ് ചെയ്ത പ്രൈസ് 90Kക്ക് മുകളിൽ, 95Kക്ക് മുകളിലായിരുന്നുകൊണ്ട്, 96,700 ആണ് മുകളിലായിരുന്നുകൊണ്ട് അത് പോസിറ്റീവായിരുന്നു. പക്ഷെ അത് ആ മൊമെൻറ്റ് നമുക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. അതാണ് ഈ ചാർട്ടിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 1 മിനിറ്റ് 2 മിനിറ്റ്സിൽ സ്കാൽപ്പ് ചെയ്യുന്നവർക്ക് ഓക്കെ ആണ്. പക്ഷേ ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ 10 മിനിറ്റ്സിൽ ഇത് ഇവിടൊക്കെ റിജക്റ്റ് ആയിരിക്കുകയാണ്. സോ ഇനിയും നമ്മൾ ഒരു ബൈ പ്രൈസിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ലോങ്ങിലേക്ക് ലോങ് ടൈം ഫ്രെയിമിൽ ചെയ്യുകയാണെങ്കിൽ RSI ഇപ്പോൾ 37 ആണ്. RSI ഓവർസോൾഡ് കണ്ടീഷനിൽ വന്നതിന് ശേഷം 1 അവർ ചാർട്ടിൽ വന്നതിന് ശേഷം നമ്മൾ വീണ്ടും ലോങ് ഇതിലേക്കുണ്ട്. ഇവിടെ നിന്ന് ഒന്ന് പൊങ്ങി വന്നു, ഇതൊരു താഴേക്ക് 27 പോയി, 10 മിനിറ്റ്സ് ആയില്ല. പക്ഷെ നമുക്ക് അന്നേരം കൺഫർമേഷൻ കിട്ടണമെങ്കിൽ ഒരു 30 മിനിറ്റ്സിൽ 1 അവറിൽ ചാർട്ട് ഓവർ ബോയിൽഡ് ആയതിനു ശേഷം മാത്രം നമ്മൾ ഓവർ ടോപ്പ് ഹൈ ടോപ്സുകൾ വരാൻ സാധ്യത ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് ട്രേഡ് എടുക്കാം. അതർവൈസ് ഷോർട്ട് ടൈമിന് നിങ്ങൾക്ക് സ്കാൽപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ പോയിന്റുകളിൽ നിന്ന് ട്രേഡ് എടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. ചെറിയ ചെറിയ പോയിന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബൈ പൊസിഷൻ ഉണ്ട്, ഇവിടെ നിന്ന് ബൈ ചെയ്യാനായിട്ട്. ഇതിലേച്ച ഇവിടെ ഞാനൊരു ബൈ ചെയ്യുന്നതെന്ന് വിചാരിച്ചു. ഇവിടെ ഞാൻ ബൈ ചെയ്യുകയാണ്. ഫെയിലായി. സോ ഇതൊരു പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇത് ഓവർസോൾഡ് വന്നതിന് ശേഷമാണ് നമുക്കിത് ബൈയിലേക്ക് കയറേണ്ടത് ആക്ച്വലി. ബട്ട് സ്റ്റിൽ നമുക്ക് നോക്കാതെ എങ്ങോട്ടാണ് പോകുന്നത്. സോ വീണ്ടും കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചത് ട്രേഡിംഗ് വ്യൂവിൻ്റെ കോമ്പറ്റീഷനിൽ ഉള്ള എൻ്റെ റാങ്കിങ്. അതായത് ജസ്റ്റ് ഞാൻ വെറുതെ 2 മണിക്കൂർ മാത്രമാണ് ചെയ്യുന്നത്. കഴിഞ്ഞ 3-4 ദിവസം ഇടയ്ക്ക് ദിവസങ്ങളിൽ സമയമില്ലാത്തതുകൊണ്ട് ട്രേഡിംഗ് ചെയ്തില്ല. സോ ഇപ്പോൾ ട്രേഡിംഗ് വേണ്ടി 59,187 രജിസ്റ്റേർഡ് കോമ്പറ്റീഷൻ ആളുകളുണ്ട്, ട്രേഡേഴ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അതിൻ്റെ അകത്ത് നമ്മളുടെ റാങ്ക് 180% ആണ്. അപ്പം 320 പ്രോഫിറ്റ് റിയലൈസ്ഡ് പ്രോഫിറ്റ് 320, അതായത് 250,000 ആണ് അവർ പേയ്മെൻറ്റ് തന്നിരുന്നത്. അത് ഡെമോയാണ്, ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് 320,000 ആണ് പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത്, അതായത് 128%. ഇപ്പം 401 പ്രൈസിങ്ങിൽ 401ലേക്കാണ് എൻ്റെ പ്ലേസ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും, 700 and something ആയിരുന്നു. അത് 800ലേക്ക് പിന്നെ മാറി, കാരണം ഞാൻ ട്രേഡ് ചെയ്യാനുണ്ട്. ബട്ട് വീണ്ടും ചെറിയ ട്രേഡിങ്, ഫുൾ ടൈം ട്രേഡറല്ല, വീണ്ടും ട്രേഡിലേക്ക് വന്നിരിക്കുന്നു. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് കാണുന്ന ലീഡർ ബോർഡിൻ്റെ അകത്ത് യു ആർ ഇൻ ദ ടോപ്പ് 1% ഓഫ് ദ പാർട്ടിസിപ്പൻസ്. സോ ആക്ച്വലി വെരി ഇൻട്രസ്റ്റിംഗ് ആണ് ഇത് കാണാനായിട്ട്. ഐ തിങ്ക് ഇന്ന് 400 ബിലോയിലേക്ക് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ സ്കാൽപ്പ് ചെയ്ത ഒരിതാണ് ഞാൻ ഇവിടെയാണ് പറഞ്ഞിരുന്നത് ചെയ്യുമെന്ന്. ഞാൻ 1-2 ട്രേഡുകൾ എടുത്തത് നോക്കുകയാണ്. പല ഓപ്പർച്യൂണിറ്റീസും മാർക്കറ്റിൽ കിടപ്പുണ്ട്. അവിടെ
സോ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് BTCയുടെ പ്രൈസ് പോകാനായിട്ടുള്ള സാധ്യതകളുള്ളതാണ്. ഇതിപ്പോൾ സ്കാൽപ്പ് ചെയ്താണെങ്കിലാണ് ഞാൻ പറഞ്ഞില്ലേ, ജസ്റ്റ് സ്കാൽപ്പ് ചെയ്ത ഏരിയയിൽ നിന്ന് നിങ്ങളുടെ റിസ്ക് അനുസരിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യുക. എവിടെയാണോ ആ സ്റ്റോപ്പ് വെച്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മൾ പ്രോഫിറ്റ് എത്ര എടുക്കാൻ പറ്റും എന്നുള്ളത് നോക്കുക. ക്വിക്കായിട്ട് സ്കാൽപ്പ് ചെയ്തിട്ട് എടുക്കുന്ന ഒരിതാണ്. ഞാനിപ്പോൾ ഒരു പോയിന്റ് പറഞ്ഞതിലൂടെ നിങ്ങളുടെ പരിചയം കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് RSI യൂസ് ചെയ്യുക, മറ്റുള്ള ചാർട്ടുകൾ, മറ്റ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുക. അങ്ങനെയാണ് ട്രേഡ് നടത്തുന്നത്. സോ ഓവറോൾ ബിറ്റ്കോയിൻ്റെ പ്രൈസിങ് ഡൗൺ ട്രെൻഡാണ് കാണിക്കുന്നത്. സോ നിങ്ങൾ ചെറിയ ക്വിക്കായിട്ടുള്ളത് അതല്ല, നിങ്ങൾ സ്കെയിൽ ചെയ്യാനായിട്ടുള്ള ഒരാളാണെങ്കിൽ 95,000 ഈസ് വെരി ഗുഡ് എന്നാണ് ഒരു ക്രിപ്റ്റോയെ അറിയുന്ന ഒരാളെന്നുള്ള നിലയിൽ പറയാനായിട്ടുള്ളത്. ബട്ട് ഓവർ കോൺഫിഡൻസ് പാടില്ല. നിങ്ങളുടെ ക്യാഷ് നിങ്ങൾ തന്നെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ടുള്ള സിഗ്നലുകൾ മാത്രം, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്, നമുക്ക് ക്ലിയർ ഡയറക്ഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ നിങ്ങൾ അത് കൂടുതൽ ക്യാഷ് ഇടാനായിട്ടുള്ള ശ്രമിക്കുക. അതായത് ഇവിടെ ഇപ്പം നിങ്ങൾക്ക് ചെറുതായിട്ട്, ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ചെറിയ വേണമെങ്കിൽ ചെയ്യാം. 95,360 ബിലീവ് നിങ്ങൾ വിശ്വസിക്കുന്നു ഇവിടെ മുകളിലേക്ക് പോകുമെന്നുള്ളതാണെങ്കിൽ, അന്നേരം നിങ്ങൾക്കിവിടെ നിങ്ങളുടെ കയ്യിൽ $1,000 ഉണ്ടെങ്കിൽ $100 ഇവിടെ ചെയ്യാം. അടുത്ത ഇവിടെ ഒരു ഓർഡർ കൊടുക്കാം, താഴേക്ക് മാറ്റി ഒരു ഓർഡർ കൊടുക്കാം. പിന്നെ പറഞ്ഞ പോയിന്റുകളിലേക്കൊക്കെ നിങ്ങൾക്ക് ഓർഡറുകൾ പ്ലേസ് ചെയ്ത് വയ്ക്കാം. സോ ലൈക്ക് DC എന്നുള്ള നിലയിൽ ഇവിടെ ഒരു 94,925 ഒരു ഓർഡർ ചെയ്യാം, ഇവിടെ 94,300 ഒരു ഓർഡർ ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് കയറാം മുകളിലേക്ക്. ഇപ്പം 90,300 ഓർഡർ ഇടാം. ഇപ്പോൾ നൈറ്റിലാണ് പോകുന്നതെങ്കിൽ 87, 440, 88, 445 ഇങ്ങനെയുള്ള ഓർഡറുകൾ നിങ്ങൾക്ക് പ്ലേസ് ചെയ്ത് വെക്കുക. ഇതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പോയിന്റുകൾ പറയുന്നതിൻ്റെ ഉള്ള പ്രധാനമായും പറഞ്ഞതിന്. ഇപ്പം ഞാനിപ്പോൾ സ്കാൽപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഞാനിപ്പോൾ കയറിയെന്നുണ്ടെങ്കിൽ എനിക്ക് ക്വിക്കായിട്ടൊരു പ്രോഫിറ്റ് എടുത്ത് ഞാൻ മാറും. ഞാൻ കയറിയ സ്ഥലം ഏകദേശം 95, 395 ആണ്. 430, 50 പോയിൻറ്റ്സ് മുകളിലേക്ക് കയറിയിട്ടുണ്ട്. സോ ഡിപ്പെൻഡിങ് അങ്ങനെയാണ് സ്കാൽപ്പേഴ്സ് വർക്ക് ചെയ്യുന്നത്. ബട്ട് പഠിക്കുക, വളരുക. വീണ്ടും അടുത്ത വീഡിയോ വരെ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ കൂടുതൽ വളരുവാൻ ശ്രമിക്കുക. ഇതാണ് ജസ്റ്റ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴെൻ്റെ പ്ലേസ് 398 ജസ്റ്റ് ഒരു ഫണ്ണാണ്. ബട്ട് സ്റ്റിൽ 60,000 അടുത്തുള്ള ട്രേഡേഴ്സിൻ്റെ അകത്ത് യു ആർ ഇൻ ദ ടോപ്പ് 1% പാർട്ടിസിപ്പൻസ് മീൻസ് വെരി ഗുഡ്, റിയലി ഹാപ്പി. സോ വീണ്ടും കാണും വരെ സേഫായിട്ട് ട്രേഡ് ചെയ്യുക, പ്രൊട്ടക്റ്റ് യുവർ മണി. ലൂസ് ചെയ്യാൻ കഴിയുന്നത് മാത്രം ലൂസ് ചെയ്യാൻ ശ്രമിക്കുക. വെറുതെ ട്രേഡ് ചെയ്ത് ക്യാഷ് കളയാതിരിക്കുക. വീണ്ടും കാണും വരെ ബൈ ഫോർ നൗ.